അടുത്ത് നോക്കാൻ പോകുന്നത് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ക്ലെമൻസൺ ആയിരുന്നു. ക്ലെമൻസണിനകത്ത് സിങ്ക് അമാൽഗമേറ്റഡും പിന്നെ കോൺസെൻട്രേറ്റഡ് HCl ആയിരുന്നു അവിടുത്തെ റിയേജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ വോൾഫ് കിഷ്ണറിനകത്ത് നോക്കിക്കേ, ഇവിടെ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ റിഫ്ലക്സിംഗ് ദ hydrozones with a base like NaOH അല്ലെങ്കിൽ KOH in a high boiling solvent like DEG. DEG എന്ന് പറയുമ്പോൾ ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ DMSO. ഇതിൽ ഏതെങ്കിലും സോൾവെന്റിന്റെ പ്രസൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാ വരാം? ഇതിനകത്ത് നമ്മളിപ്പോ നോക്കാൻ പോകുന്ന ഏതാ? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രസൻസ് ജനറൽ റിയാക്ഷൻ വരുന്നത് RCOR പ്ലസ് NH2 എന്ന് പറയുന്നത് ഏതാ? ഹൈഡ്രസീൻ എന്നാണ് പറയാം. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ പറയാ? ഹൈഡ്രസീൻ. അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് NaOH. ഏതെങ്കിലും ബേസ് നമുക്ക് NaOH എടുക്കാം അല്ലെങ്കിൽ KOH എടുക്കാം. മാറുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടാം? RCH2. അതായത് നമുക്ക് ഹൈഡ്രോ കാർബൺ കിട്ടും. ഇതാണ് ജനറൽ റിയാക്ഷൻ. ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ മെക്കാനിസത്തിലേക്ക് പോകും. മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ മെക്കാനിസം വരുന്നത് RCR ഡബിൾ ബോണ്ട് O, അതായത് RCO സ്പ്ലിറ്റ് ചെയ്ത് എഴുതി പ്ലസ് NH2 ആണ് എഴുതുന്നത്. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്തു? ഈ H2നെ ഞാൻ വെളിയിൽ എഴുതിയിട്ട് ഇങ്ങനെ എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് H2നെ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. ഇതിനകത്ത് നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് it involves a nucleophilic addition to COO group followed by elimination of water to form എന്താ? ഹൈഡ്രസോൺ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഹൈഡ്രസീൻ ഈ കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് ആക്ട് ചെയ്ത് വാട്ടർ എലിമിനേറ്റ് ആയി അത് എന്തായിട്ട് മാറും? ഹൈഡ്രസോൺ ആയിട്ട് മാറും. ഹൈഡ്രസോൺ ആയിട്ട് മാറിയിട്ട് അവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് എന്താ നമുക്ക് ഫോം ചെയ്യേണ്ടത്? എന്താ? കാർബാനിയോൺ ആണ് ഫോം ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് നമുക്ക് എപ്പോഴും ഫോർമേഷൻ എന്താ വേണ്ടത്? നമുക്ക് കാർബാനിയോൺ ആണ് നമുക്ക് അതിനകത്ത് ഫോം ചെയ്യുന്നത്. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നമ്മൾ ചെയ്യുന്നതാണ് ആ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഏതാ? നമുക്ക് കാർബാനിയോൺ ആണ് നമുക്ക് ഇനിയിപ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ എലിമിനേഷൻ ഓഫ് വാട്ടർ നമ്മളിപ്പോൾ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാ വരിക? ആർ. എലിമിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഇതിനെ എലിമിനേറ്റ് ചെയ്യും. അതായത് ഈ H2നെ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്നാ കിട്ടും? ആർ സി ആർ എന്ത് കിട്ടും? ഡബിൾ ബോണ്ട്. ഈ കിടക്കുന്ന ബാക്കി സംഭവങ്ങൾ എഴുതാം. H2 എന്ന് എഴുതാം. ഇതാണല്ലോ നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് NaOH വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ, ഒന്നെങ്കിൽ NaOHോ അല്ലെങ്കിൽ KOHോ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ സംഭവിക്കുക? ഇതിനകത്ത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ R ഡബിൾ ബോണ്ട് N അപ്പൊ ഈ രണ്ട് നൈട്രജന് നമുക്കറിയാം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ H ഉണ്ടല്ലോ. ഈ H ഇതിന്റെ ഇലക്ട്രോൺസിനെ ഈ നൈട്രജന് കൊടുക്കും. അപ്പൊ എന്താ? അതിനകത്തുനിന്ന് ഒരു H മാറും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ആർ സി ആർ ഡബിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട് N H. അപ്പൊ ഈ നൈട്രജൻ എന്ത് വരും? ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലെ? നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോ നമുക്ക് എന്താ സംഭവിക്കുക? ഈ നെഗറ്റീവ് ചാർജ് ഈ നടുക്കില് ഈ ബോണ്ടിലേക്ക് പോകും.
അപ്പോൾ നമുക്ക് അതിന്റെ വാലൻസി ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇലക്ട്രോൺസ് ആർക്ക് കൊടുക്കും? കാർബണിന് കൊടുക്കും. അപ്പൊ നമുക്ക് എന്താ ഫോം ചെയ്യാം? ആർ സി ആർ നെഗറ്റീവ് ചാർജ് എൻ ഡബിൾ ബോണ്ട് എൻ എച്ച് ഇങ്ങനെ ഫോം ചെയ്തല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു എച്ച് പ്ലസിന്, അതായത് പ്രോട്ടോൺ അഡീഷൻ, അതായത് ഒരു എച്ച് പ്ലസിനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ എച്ച് പ്ലസ് എവിടെ പോകും? ഈ കാർബണിലേക്ക്. ഈ എച്ച് പ്ലസ് ഈ കാർബണിലേക്ക് പോകും. അപ്പൊ നമുക്ക് കിട്ടുമ്പോ ഇങ്ങനെ വരിക, ആർ സി എച്ച് ആർ എൻ ഡബിൾ ബോണ്ട് എൻ എച്ച് എന്ന് വരും. ആണല്ലോ. ഇത് ഇത്രയും വരെ മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ എച്ച്, അതായത് നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റ് ഒന്നും കൂടെ എഴുതാം. ഡബിൾ ബോണ്ട് എച്ച്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ എച്ച്, ഈ ഇലക്ട്രോൺസ് നൈട്രജന് കൊടുത്തിട്ട് എച്ച് പ്ലസ് പിന്നെ പ്രോട്ടോൺ എലിമിനേറ്റ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇത് കിട്ടുമ്പോഴത്തേക്കും ആർ സി ആർ എച്ച് എൻ ഡബിൾ ബോണ്ട് എൻ നെഗറ്റീവ്, പിന്നെ നേരത്തെ പോലെ നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് ഈ നടുക്കത്തെ എൻ ഡബിൾ ബോണ്ട് എന്റെ അടുത്ത് പോകും. ഈ സിംഗിൾ ബോണ്ട്, അതായത് ഈ N2, അതായത് ഇവിടെ N2 ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഈ ഒരു സ്റ്റെപ്പില് -N2 നൈട്രജൻ N2 ആയിട്ട് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് പോവാ. അപ്പൊ N2 ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവാന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണല്ലോ N വരാ, N2 എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയി. അപ്പൊ എന്ത് ചെയ്യും? ഈ ബോണ്ട് എലിമിനേറ്റ് ആയി പോകും. അതായത് അവിടുന്ന് ആ ഒരു ഇലക്ട്രോൺസിനെ കാർബണിന് കൊടുത്തിട്ട് അത് പോകും. അപ്പൊ നമുക്ക് എന്താ പറ്റുക? ആർ സി ആർ, ഇവിടെ എച്ച് നെഗറ്റീവ് ചാർജ് വരും. പിന്നെ നെഗറ്റീവ് ചാർജ് ഉള്ളപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും എച്ച് പ്ലസിനെ കൊടുക്കും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ആർ സി എച്ച് ടു. നമുക്ക് നമ്മുടെ ഹൈഡ്രോ കാർബണിനെ കിട്ടി. ഇത്രയാണ് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നത്. വോൾഫ്-കിഷ്ണർ ക്ലെമൻസിന് കുറച്ച് നമുക്ക് കൺഫ്യൂസിങ് വരും മെക്കാനിസം വരുമ്പോഴത്തേക്കും. അതായത് ഇതിനകത്ത് നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ ബേസ്, അതായത് സ്റ്റെപ്പ് 2 യൂട്ടിലൈസസ് ദ ബേസ് ടു ജനറേറ്റ് കാർബാനിയോൺ which undergoes sequence of reactions to eliminate water and nitrogen with addition of hydrogen to carbanion in last step to give alkane. നമുക്കൊരു ആൽക്കെയിൻ, ഹൈഡ്രോകാർബൺ ആൽക്കെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് കോൺസിക്വന്റ് നമ്മൾ H2, അതായത് അതിനകത്ത് വാട്ടർ എലിമിനേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ നൈട്രജൻ എലിമിനേഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എച്ച് പ്ലസ് അഡീഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സെയിം സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് നമുക്ക് ആൽക്കെയിൻ ആയിട്ട് കിട്ടുന്നത്. അതാണ് ഇതിനകത്ത് വരുന്നത്. ഏതാ? വോൾഫ്-കിഷ്ണറിനകത്ത്. വോൾഫ്-കിഷ്ണറിനകത്ത് എങ്ങനെയാ വരുന്നത്? അതിന്റെ റിയേജൻ എന്ന് ഹൈഡ്രസീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ബേസ് ലൈക്ക് KOH അല്ലെങ്കിൽ NaOH യൂസ് ചെയ്തിട്ട് ഇൻ സോൾവെന്റ്സ് ലൈക്ക് ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ, DEG എന്ന് പറയുന്നത് എന്താ? ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഡൈമീഥൈൽ സൾഫോക്സൈഡ്, DMS എന്ന് എഴുതിയാലും മതി, ഫുൾ നെയിം എഴുതണമെന്നില്ല. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമുക്ക് ഹൈഡ്രോ കാർബൺ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ചിലപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുക. അതാണ് ക്ലെമൻസിന്റെയും വോൾഫ്-കിഷ്ണറും വ്യത്യാസം എന്ന റിയേജൻസിനാണ് വ്യത്യാസം. മെക്കാനിസത്തിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ സിങ്ക് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് മെക്കാനിസത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേതിനകത്ത് അങ്ങനെയല്ല. സിങ്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരുന്നു? ഇലക്ട്രോൺസിനെ കൊടുക്കാൻ വേണ്ടി, അതായത് ഡെഫിഷ്യന്റ് ആയ കാർബണിലേക്ക് ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? സിങ്ക്. ഇത് ഇത്രയേ ഉള്ളൂ ഏതാ? വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വരുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂസസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂസസ്. ഫോർമാൽഡിഹൈഡ്
ഫോർമാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം HCHO ആണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്താ, ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, ലെതർ, ഡ്രഗ്, ഈ ഒരു ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഈ ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ formaldehyde solution is sold under the trade name Formalin, which is used as a general antiseptic. അപ്പോൾ ഫോർമാലിൻ നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യും, ജനറൽ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ, ഈ ഫോർമാലിൻ എന്ന് പറയുന്ന സംഭവം. ഈ ഫോർമാലിൻ എന്ന് പറയുന്ന എന്ത് സാധനം, ഫോർമാൽഡിഹൈഡ് തന്നെയാണ് ഫോർമാലിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്രഗ് ഇൻഡസ്ട്രീസിലാണ് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. അതായത് യൂട്രോപ്പിൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതാ ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് യൂറോട്രോപ്പിൻ എന്ന് പറയുന്നത്. ലെതർ ഇൻഡസ്ട്രിയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ടാനിങ് ആസ് ഇൻ കേസ് ഓഫ് ഹാർഡ് ആൻഡ് ഗ്ലൂ അല്ലെങ്കിൽ ജെലാറ്റിൻ ആൻഡ് ദ സ്ട്രെങ്ത് ദം ഇൻ സോളിഡ് വാട്ടർ. അടുത്തത് ഇതെല്ലാം ഇത് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ഇതിനകത്ത്. പിന്നെ അടുത്ത യൂസ് എന്ന് പറയുന്നത് സിന്തറ്റിക് ഡൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ബേക്കലൈറ്റും യൂറിയ ഫോമാൽഡിഹൈഡ് റെസിൻ സിന്തസൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും, ഈ റെസിൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ആന്റിസെപ്റ്റിക്കും ജെർമിസൈഡിലായിട്ട് യൂസ് ചെയ്യും. പിന്നെ പ്രിവെൻഷൻ ഓഫ് ബയോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ സ്പെസിമെൻസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഫോർമാൽഡിഹൈഡ് യൂസസ്. മെയിനായിട്ട് ഓരോ ഇൻഡസ്ട്രീസിൽ ഓർത്താൽ മതി. അതായത് ഇപ്പോൾ ഫാർമസി ഇൻഡസ്ട്രിയിൽ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ, ലെതർ, ഡ്രഗ് ഇൻഡസ്ട്രി, അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് അതിങ്ങനെ അങ്ങനെ ഓർത്താൽ മതി ആ ഒരു രീതിയിൽ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ചെറിയ അതായത് ഫോർമാലിൻ എന്നാണ് അതിൻ്റെ ആ ഒരു പേരിലാണ് ഫോർമാൽഡിഹൈഡ് അറിയപ്പെടുന്നത്. പിന്നെ ബേക്കലൈറ്റ് യൂറ ഫോർമാൽഡിഹൈഡ് റെസിൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നതാണ് അസറ്റാൽഡിഹൈഡ്. അസറ്റാൽഡിഹൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് used in chemical and agrochemical industries as well as in dye and rubber industries ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് യൂസസ് ആണ് പറഞ്ഞത്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ക്ലോറാൽ വിച്ച് ഫൈൻസ് യൂസ് ഇൻ DDT. അതായത് DDT എന്ന് പറയുന്നത് ഇതൊരു ഇൻസെക്ടിസൈഡും പിന്നെ ഈ സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഡ്രഗ് ആണ് ഹിപ്നോട്ടിക് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് അസറ്റാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നത്. ക്ലോറാൽ അതായത് ക്ലോറാൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ക്ലോറാലിന്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്ന അസറ്റാൽഡിഹൈഡ് എന്ന് പറയും. പിന്നെ അസറ്റിക് ആസിഡ്, എത്തനോൾ, ബ്യൂട്ടനോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അസറ്റാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അസറ്റാൽഡിഹൈഡ് അമോണിയ യൂസ് റബ്ബർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നു. പിന്നെ ടെട്രാ ഐസോമർ ഓഫ് അസറ്റാൽഡിഹൈഡ് നോൺ ആസ് മെറ്റാൽഡിഹൈഡ് ഇസ് യൂസ്ഡ് ഫോർ കില്ലിംഗ് സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ്. അതായത് ഇപ്പോൾ ഇതിന്റെ ഓരോ ഐസോമേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു അസറ്റാൽഡിഹൈഡിന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓരോ പല ഐസോമേഴ്സ് ആണ്. അതിനകത്തെ ഒരു ഐസോമർ ടെട്രാ ഐസോമർ, ആ ഐസോമർ വിച്ച് ആ പേരാണ് ഈ മെറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി യൂസ്ഡ് ഫോർ കില്ലിംഗ് സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ്, കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ വരുന്നതാണ് ബെൻസാൽഡിഹൈഡ് എന്ന് പറയുന്നത്. ബെൻസാൽഡിഹൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പെർഫ്യൂം ഇൻഡസ്ട്രി അതിലൊക്കെ യൂസ് ചെയ്യുന്നത്, പെർഫ്യൂമറി, ഡൈസ്, കെമിക്കൽ ഇൻഡസ്ട്രീസ് അതിനൊക്കെ. പിന്നെ ഈ ഫ്ലേവറിങ് പെർഫ്യൂംസ് ഫ്ലേവർ കൂട്ടാൻ സ്മെല്ലിന്റെ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് ബെൻസാൽഡിഹൈഡ്. അതിനൊരു പ്രത്യേക ഒരു മണമുണ്ട്, അതാണ് ആക്ച്വലി ബെൻസാൽഡിഹൈഡ് എന്ന് പറയുന്നത്. പിന്നെ ട്രൈഫീനൽ മീഥേൻ ഡൈസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിനമിക് ആസിഡ്, സിനമാൽഡിഹൈഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അത് നമ്മൾ റിയാക്ഷൻസ് നമ്മൾ പഠിക്കുന്നില്ലേ, ഓരോ എൻഡ് പ്രോഡക്റ്റ്. ഇപ്പോൾ സിനമിക് ആസിഡ് ഏതിനകത്തു നിന്നാണ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് സിനമിക് ആസിഡ് കിട്ടുക നമുക്ക്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത് ഏതായിരുന്നു, ബെൻസാൽഡിഹൈഡ് ആയിരുന്നു നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യും. അങ്ങനെ എന്താ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യും. അസിറ്റോൺ എന്ന് പറയുന്നത് ഈ ഓർത്താൽ മതി, നെയിൽ പോളിഷ് റിമൂവർ, അത് ആക്ച്വലി അസിറ്റോൺ യൂസ് ചെയ്തിട്ടാണ് എന്താ റിമൂവ് ചെയ്യുന്നത്. അപ്പം അത് യൂസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഇസ് യൂസ് ആസ് എ സോൾവെന്റ് ഫോർ സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്, ഇതൊക്കെ ഉള്ളു. പിന്നെ എന്താ ഇപ്പം അസറ്റിലിൻ സ്റ്റോർ ചെയ്യാനായിട്ട് അസറ്റോൺ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കോഡൈറ്റ്. കോഡൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോക്ക്ലെസ് എക്സ്പ്ലോസീവ് പൗഡർ. ഇതിനും അസറ്റോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ യൂസ്. ഇത് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു 4 ആൽഡിഹൈഡ്സ്, ഫോമാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്, അസറ്റോൺ, കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന കുറച്ച് പേരുകൾ. അപ്പോൾ അവരുടെ യൂസസും അവരെവിടെയൊക്കെയാണ് ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ്
ഉള്ളതെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രിയലും കൊമേഴ്ഷ്യൽ യൂസസ് കഴിഞ്ഞു. നമ്മൾ പെർക്കിൻ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞു. ഇനി വോൾഫ് കിഷ്ണർ റിഡക്ഷനും ക്ലെമൻസനും കണ്ടു. ഇനിയിപ്പോ അടുത്തത് വരുന്നതാണ് ഈ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻസിനകത്ത് വരുന്നത് കോമൺ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടോളിൻസ് ആൻഡ് ഫെലിൻസ് ടെസ്റ്റ് റിയാക്ഷൻസ്. അതെന്താ നമുക്ക് നോക്കാം. ടോളിൻസ് ഫെലിൻസ് ടെസ്റ്റ് റിയാക്ഷൻസ്, അതായത് ഈ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ്, ഇതൊക്കെ ഓരോ റിയേജൻസിന്റെ പേരാണ്. ടോളിൻസ് റിയേജന്റ്, ഫെലിൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ നമ്മൾ ടെസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യും. ഇപ്പൊ ആൽഡിഹൈഡ് കീറ്റോൺസ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ടെസ്റ്റ് റിയാക്ഷൻസ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവരൊക്കെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ് വരുന്നത്. അതായത് ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത് അതിനകത്ത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അമോണിയക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. അതാണ് ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കടലിൽ പോയി മേടിക്കുമ്പോൾ കുപ്പിക്കകത്ത് പറയുമ്പോൾ ടോളൻസ് റിയേജന്റ്, അതിനകത്ത് അതിന്റെ മെൻഷൻ റിയേജൻസ് അതൊക്കെ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത്. അതിനകത്ത് എഴുതിക്കുക അമോണിയക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ആണ് അതിനകത്ത് വരുന്നത്. ആൻഡ് ഫെലിൻ സൊല്യൂഷൻ വേറൊരു പേരാണ് ബെനഡിക്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദേ ഓൾസോ ഓക്സിഡൈസ്, അതായത് നമുക്ക് ഇത് ഓക്സിഡേഷൻ റിയാക്ഷനകത്ത് വരുന്നതാണ് ടോളൻസ് ടെസ്റ്റ്, ഫെലിൻസ് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, മറ്റേ ഇത് റിഡക്ഷനകത്ത് വരുന്നതാണ് ഈ ക്ലമൻസൺ റിഡക്ഷനും വുൾഫ് കിഷ്ണർ റിഡക്ഷനും. അത് റിഡക്ഷൻ ആണ്, പേരിനകത്ത് തന്നെ റിഡക്ഷൻ, ഇത് ഓക്സിഡേഷൻ. അങ്ങനെ രണ്ട് സെറ്റ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷൻസ്. ഓക്സിഡേഷനകത്ത് വരുന്നതാണ് ഇത്. ഓക്സിഡേഷനകത്ത് വരുന്നത് ഫെലിൻസും ബെനഡിക്ട് സൊല്യൂഷൻ ആണ്. ദേ ഓക്സിഡൈസ് ആൽഡിഹൈഡ് ടു കാർബോക്സിലിക് ആസിഡ്. നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ്, അതായത് ഇപ്പൊ ഈ CHOനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അതായത് COOH ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് രണ്ട് ഇത് ടോളൻസ് വഴിയും പറ്റും, ഫെലിൻസ് വഴിയും പറ്റും. അപ്പൊ ഫെലിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, അത് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കുപ്രിക് അയോൺസ് ആണ് വരുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് റോഷെല്ലസ് സോൾട്ട്. അതായത് റോഷെല്ലസ് സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ് വരുന്നത്. വേറെ ബെനഡിക്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കുപ്രിക് അയോൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് സിട്രേറ്റ്. അതായത് വ്യത്യാസമുണ്ട്, അത് ഓർത്തിരിക്കണം. ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താ, അമോണിയക്കൽ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. അതാണ് ടോളൻസിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പൊ ടോളൻസിന്റെ റിയേജന്റ് എന്ന് പറയുന്നത് ഇത്രയാണ് ടോളൻസിന്റെ കാര്യങ്ങൾ വരുന്നത്. ഫെലിൻസിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഫെലിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ദാറ്റ് ഇസ് ആക്ച്വലി അതൊരു ആൽക്കലൈൻ സൊല്യൂഷൻ ആണ് വരുന്നത്. ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കുപ്രിക് അയോൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് റോഷെല്ലസ് സോൾട്ട്, അതായത് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ് അതിനകത്ത് വരുന്നത്. പക്ഷെ ബെനഡിക്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, അതും ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കുപ്രിക് അയോൺസ് ആയിരിക്കും, പക്ഷെ ഡിഫറൻസ് വരുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സിട്രേറ്റ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ വരുന്നത് അസറ്റാൽഡിഹൈഡ് CH3CHO, ടോളൻസ് റിയേജന്റ്. ഇതാണ് ടോളൻസ് റിയേജന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ടോളൻസ് റിയേജന്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുക, ഈ അതായത് ആൽഡിഹൈഡ് മാറിയിട്ട് അവിടെ എന്തായിട്ടാണ് മാറിയത്, CH3COO NH4+ ആയിട്ടാണ് മാറിയത്. പ്ലസ് H2O പ്ലസ് സിൽവർ, അതായത് സിൽവർ മിറർ എന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേറ്റ് ആണ്. ഈ ആരോ താഴെ കാണിച്ചിരിക്കുന്നത് സിൽവർ പ്രസിപ്പിറ്റേറ്റ് ആൻഡ് അമോണിയ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താ വരുന്നത്, ഓക്സിഡൈസ് ആയി കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ, അസറ്റാൽഡിഹൈഡ്, അടുത്ത ഫെലിൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ബെനഡിക്ട് സൊല്യൂഷൻ ബ്ലൂ കളറാണ്. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, ഇവിടെ നമുക്ക് CH3COH ആയിട്ടായിരിക്കും വരും. പ്ലസ് കുപ്രസ് ഓക്സൈഡ് വിച്ച് ഇസ് ബ്രിക്ക് റെഡ് കളർ. ഇത് രണ്ടും രണ്ട് ടെസ്റ്റ് നമ്മൾ ഈ ലാബിൽ ഇതിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ ടോളൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ
ഫെലിങ്സ് ഈ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് കളർ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ബ്രിക്ക് റെഡ് കളർ വരുമ്പോൾ നമുക്കറിയാം ഓക്കെ ഫെലിംഗ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സിൻസ് Tollens reagent does not attack carbon-carbon double bond, it is useful in synthesizing alpha beta carboxylic acids from alpha beta unsaturated aldehydes. അതായത് ഇതാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്സ്. ഈ ആൽഡിഹൈഡ്സിലോട്ട് നമ്മൾ ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ആകാൻ പറ്റുക, ഈ ആൽഡിഹൈഡ് മാറിയിട്ട് അവിടെ എന്താ വരിക, ആസിഡ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് അവിടെ എന്താ വരിക, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ്സ് ആണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. Unlike aldehydes, ketones cannot be oxidized by tollens അല്ലെങ്കിൽ ഫെലിൻസ്. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ആൽഡിഹൈഡ്സിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കീറ്റോൺസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ കീറ്റോൺസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല. ഏത് രണ്ട് റിയേജൻസും വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ ദീസ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് they are useful not only for the detection of aldehyde group but also for distinguishing aldehydes from ketones. അതായത് നമുക്കിപ്പോൾ ആൽഡിഹൈഡ്സും കീറ്റോൺസും തന്നിട്ട് ഇതിൽ ഏതാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ചെയ്യുന്നത് നമുക്ക് ഈ ടോളൻസും ഫെലിൻസ് ടെസ്റ്റും സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫെലിൻസ് സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്രിക്ക് റെഡ് കളർ കിട്ടി. അപ്പൊ നമുക്കറിയാം ഓക്കെ ആൽഡിഹൈഡ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ എ. അപ്പൊ സപ്പോസ് സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ സൊല്യൂഷൻ എ ചിലപ്പോൾ ആൽഡിഹൈഡ് ആയിരിക്കും, മറ്റേത് കീറ്റോൺ ആയിരിക്കും. അപ്പൊ സൊല്യൂഷൻ എയ്ക്കകത്തോട്ട് ഞാനിപ്പോൾ ഫെലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്ത് കിട്ടി, ഈ കുപ്പറസ് ഇത് എനിക്ക് നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. ബ്രിക്ക് റെഡ് കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അത് ആൽഡിഹൈഡ് ആണെന്നാണ് അർത്ഥം, ആൽഡിഹൈഡ്. മറ്റേത് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, കീറ്റോൺ ആയിരിക്കും. കാരണം അതിനകത്തോട്ട് നമ്മളിപ്പോ ഈ ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്താലും, ബിക്കകത്തോട്ട് ഞാൻ ടോളൻസ് ആഡ് ചെയ്താലും അല്ലെങ്കിൽ ഇപ്പൊ ഫെലിംഗ് സൊല്യൂഷൻ ബിക്കകത്തോട്ട് ആഡ് ചെയ്താലും അവിടെ എന്താ പറ്റുക, നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അവിടെ ഒരു റിയാക്ഷൻ നടക്കത്തില്ല. കാരണം അവിടെ എന്താ ആ ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നത് ഡിറ്റക്റ്റ് ആവത്തില്ല. അങ്ങനെയാണ് നമ്മൾ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്, ടോളൻസ് ഫെലിംസ് ടെസ്റ്റ് റിയാക്ഷൻസ്. അടുത്തത് വരുന്നതാണ് ഹാലോഫോം റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അയഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. അതും ഓക്സിഡേഷൻ റിയാക്ഷൻ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിനും ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഇസ് ഓൺലി സ്പെസിഫിക് ഫോർ ആർക്ക, മീഥൈൽ കീറ്റോൺസ് ആണ്. മീഥൈൽ കീറ്റോൺസും അസറ്റാൽഡിഹൈഡിനും മാത്രമേ ഈ ഹാലോഫോം റിയാക്ഷൻ നടക്കത്തുള്ളൂ. ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്രീറ്റിംഗ് മീഥൈൽ കീറ്റോൺസ്. ഇതാണ് മീഥൈൽ കീറ്റോൺസ് എന്ന് ഈ അറ്റത്ത് COCH3 ഗ്രൂപ്പാണ് മീഥൈൽ കീറ്റോൺസ്. CH3 എന്ന് പറയുന്നത് മീഥൈൽ ഇതല്ലേ. അപ്പൊ മീഥൈൽ കീറ്റോൺസും അസറ്റാൽഡിഹൈഡിനാണ് പറ്റുക. അപ്പോൾ ഇതിനെ നമ്മൾ സോഡിയം ഹൈപ്പോഹാലൈറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതായത് ഹൈപ്പോഹാലൈറ്റ് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് ഹാലജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, അത് ഓക്സിഡൈസ്ഡ് ആയി RCOONA ആയിട്ട് ഫോം ചെയ്യും. പ്ലസ് CHX3 എന്ന് വരും. അതായത് ഇതാണ് ഹാലോഫോം വരെ. This is actually haloform. ഇപ്പൊ അസിറ്റോഫിനോൾ പ്ലസ് NaOX. ഇപ്പൊ ഇതിനകത്ത് എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഇപ്പൊ NaOCl ആകാം, അല്ലെങ്കിൽ ബ്രോമിൻ അയഡിൻ, എന്തെങ്കിലും ആകാം. അപ്പൊ അത് ഈ CH3 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്താ വരിക, COONA വരും. അപ്പൊ NA മാറിയിട്ട് ഈ CH3 ഇവിടെ വരും. അപ്പൊ നമുക്ക് എന്താ വരിക, CHX3 എന്നായിട്ടായിരിക്കും വരുന്നതാണ് ഹാലോഫോം എന്ന് പറയുന്നത്. അപ്പോൾ when this hypohalite is used in this reaction, is sodium hypoiodite ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അയഡോഫോം CHI3 എന്ന് വരും. അതായത് അതായത് സോഡിയം ഹൈപ്പോ അയോഡൈറ്റ്, അതായത് ഈ NaOXന്റെ ഈ പ്ലേസിൽ നമ്മളിപ്പോൾ NaOI ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് CHI3 ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹാലോഫോം റിയാക്ഷൻ ആണ് നമ്മൾ അയഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്ക് അയഡോഫോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ യെല്ലോ ക്രിസ്റ്റലൈൻ സോളിഡ് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് കളർ ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി മോർ ഹാൻഡിൽഡ് easily in laboratory, and therefore iodoform test is particularly used diagnostic test for methyl ketones. പിന്നെ also
the compounds containing CHOH, CH2. മെയിൻലി മീഥൈൽ കീറ്റോൺസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ അയഡോഫോം റിയാക്ഷൻ. അതായത് നമുക്ക് ഈ ഏറ്റവും ഈ ഒരു ഈ എൻഡ് ഓഫ് ദറ്റ് എന്താ പറയുക കോമ്പൗണ്ടിൽ COCH3 ഫോമിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഹാലോഫോം റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. അപ്പൊ കീറ്റോൺസിൽ മാത്രമാണ് ഇതിനകത്ത് പറ്റുക, ഒരിക്കലും ആൽഡിഹൈഡ്സിൽ ഇത് പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു രണ്ട് ഓക്സിഡേഷൻ റിയാക്ഷൻസ്. അപ്പൊ നമുക്ക് രണ്ട് ഓക്സിഡേഷൻ റിയാക്ഷൻസും ഉണ്ട്, രണ്ട് റിഡക്ഷൻ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നതാണ് വോൾഫ് കിഷ്ണറും ഏതാ ക്ലെമൻസിനും വരുന്നത്. ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതാ ടോളൻസും ഈ പറഞ്ഞ ഹാലോഫോം റിയാക്ഷൻസ് വരുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ അത് ചോദിക്കാം, രണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റിയാക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.